ഹലോ, അസ്സലാമു അലൈക്കും. മാബിൻഡാക്കിലേക്ക് സ്വാഗതം. ഇപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? അപ്പം നമ്മളിന്ന് രാവിലെ ഇട്ടിരിക്കണ ശനിയാഴ്ച രാവിലെ എന്താ വെച്ചാൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടണ കുത്തരി ഉണ്ടല്ലോ, ഇതാ അത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചേന്ന് കേട്ടോ. വെള്ളത്തിലിട്ടപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടില്ല എന്നുള്ളത്. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് അരിയുണ്ട്. നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിന് എത്ര വെച്ചാൽ അത് എടുക്കുക, ഞാൻ പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കുത്തരി കൊണ്ട് ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ചെറിയുള്ളി, ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ജീരകം, വലിയ ജീരകം കേട്ടോ എടുത്തിട്ടുള്ള, ചെറിയ ജീരകമല്ല, വലുത്. ഇതാ ഇപ്പം ഇത് ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതൊന്ന് എന്താണ് അരച്ചെടുക്കുക കേട്ടോ. ലേശം ചോറ്, ഒരു 2 പിടി ചോറുണ്ട്, പിന്നെ തേങ്ങ, ഇതൊക്കെ കൂടെ ഒന്ന് അരച്ചെടുക്കുക. ജീരകം, ഉള്ളി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതണ്ട. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇടുക, പൊടിച്ചെടുത്തിട്ടോ. ഇത് അരച്ച് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാ ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചാട്ടോ അരച്ച്. നമുക്ക് തിളച്ച വെള്ളം കൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പാകത്തിനാക്കി ഇതുപോലെ എടുക്കുക കേട്ടോ. തോനെ വെള്ളം ആദ്യം തന്നെ ഒഴിക്കണ്ട. എന്നിട്ട് ഈ അരച്ച ഇതാണ്ടിടുക. ഈ ചോറും തേങ്ങയും ഉള്ളിയൊക്കെ അരച്ചില്ലേ, അത് അതിലിട്ട് ഇട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം അതങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ലേശം ഒരു എള്ളിടണം. എള്ളുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കരിജീരകമോ ഏതെങ്കിലും ഇട്ടാൽ മതി. നമുക്കിപ്പോൾ ഇവിടെ എള്ളുള്ളത് കൊണ്ട് ഞാൻ ലേശം എള്ളും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അത് നമ്മളിങ്ങനെ കുഴച്ചവിടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ അരച്ച തേങ്ങയും ചോറും ഉണ്ടല്ലോ, അത് ഇതിൽ ഈ പൊടിയിലേക്ക് ഇട്ട് കുഴച്ചതിൻ്റെ ശേഷം ചൂടുവെള്ളം പോരാത്തത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ചൊരു കുറച്ചൊരു വെള്ളമായി. അപ്പോൾ അത് വേണ്ട, നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അരച്ച ചോറും തേങ്ങയും ആദ്യം ഇട്ടിട്ട് കുഴച്ചിട്ട് പോരാത്തത് ചൂടുവെള്ളം കൊണ്ടൊന്ന് കുഴച്ചാൽ മതി. പിന്നെ ലേശം എണ്ണ, നെയ്യോ എന്തെങ്കിലും കൈമലാക്കി ഒന്ന് ശരിയാക്കി അവിടെ വെച്ചാൽ മതി. നല്ല അടിപൊളി, നല്ല ടേസ്റ്റും. ഇതിന് കറിയൊന്നും വേണമെന്നില്ല. കറി ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അത് മാത്രം മതി കേട്ടോ. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം. അങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കണ ഗ്ലാസ്സോ ഏതെങ്കിലും വെച്ചൊന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ. അതുപോലെ അങ്ങനെ കുറച്ച് തുമ്പത്തേക്കാക്കി വെക്കണം കേട്ടോ. ഇങ്ങനെ മുറിച്ചിട്ട് ഇതങ്ങനെ കുറച്ചുകൂടി കട്ടിയിൽ വേണമെന്നുള്ളൂ. ഇതൊക്കെ പാകത്തിന്. ഇതിപ്പോൾ കുറച്ചൊരു കട്ടി കുറവാണ്. കുറച്ച് ഇതുപോലെയുള്ള കട്ടിയിലാക്കി പിന്നെ മുറിച്ചെടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് അപ്പം നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനല്ല, ഇങ്ങനെ ആയാലും മതി. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക, അങ്ങനെ കുറച്ച് കട്ടിയിൽ പൊടി വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് ഒന്ന് അമർത്തി ഇങ്ങോട്ട് എടുത്താൽ മതി, പെട്ടെന്ന് കിട്ടും. ഇപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇങ്ങനെ പൊരിച്ചെടുക്കാം.
അപ്പോൾ കണ്ടത് പൊള്ളി വന്നിട്ട് കണ്ടോ, ഇതുപോലെ പൊള്ളി വരും കേട്ടോ. അപ്പോൾ അടുത്തതും അങ്ങനെ പൊരിച്ചെടുക്കുക. ഇപ്പം കണ്ടോ, ഇതും പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം പൊങ്ങി വരും, നല്ല സോഫ്റ്റാണ്. അതണ്ട നല്ലൊരു ഇതായി. അതും പൊങ്ങി വന്ന് ഉണ്ടോ, എല്ലാം പൊങ്ങി വരും കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടും നമുക്ക്. അതുപോലെ നിങ്ങൾ ചെയ്യുക. ഞാനിതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. കണ്ടോ, പൊങ്ങി വന്ന് തീരാനായിട്ടോ, കുറച്ചും കൂടി ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പച്ചരി പിന്നെ മില്ലിൽ പൊടിപ്പിച്ച് കൊടുന്ന് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അതുപോലെ ഉണ്ടാക്കാം. ഇതാണ് ഈ പെട്ടെന്ന് ഉണ്ടാക്കാന്നേ ഉള്ളൂ. നമ്മൾ അരി പൊടിപ്പിക്കാനൊന്നും പോകണ്ട. നമുക്ക് തന്നെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കളർ എന്താ വെച്ചാൽ നമ്മൾ ഈ എന്താണ് ഒരു ചുമന്ന കളർ കണ്ടില്ല, അത് നമ്മൾ അരിൻ്റെ ആട്ടോ. നമ്മൾ എന്താണ് കുത്തരിയാണല്ലോ എടുത്ത്, അതുകൊണ്ടാണ് ആ കളർ. പച്ചരിയാണെങ്കിൽ നല്ല വെള്ള കളറായിക്കോട്ടോ ഉണ്ടാവുക. പച്ചരി ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വാട്ടിയെടുക്കണം. അടുപ്പത്ത് വെള്ളം വെച്ച് തിളച്ചിട്ട് ഇട്ട് വാട്ടിയെടുക്കണം. ഇതാവുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതുണ്ട് നമ്മളപ്പം എല്ലാം റെഡിയായി വന്നിട്ടില്ലേ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കുക. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.